ഇത് കണ്ടോ, കറിവേപ്പില കണ്ടോ? നിങ്ങൾ ഓർക്കും പെരക്കകത്ത് കറിവേപ്പ് കിളത്തിക്കുക, ഒരിക്കലല്ല കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇച്ചിരി കറിവേപ്പില ചോദിച്ചതാ, ഒരു കമ്പ് മൊത്തമായിട്ട് എനിക്ക് ഒടിച്ചു തന്ന്. ഞങ്ങളുടെ നാട്ടുമ്പുറമൊക്കെ ഇങ്ങനെ കേട്ടോ, ചോദിച്ചാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഞാനതൊരു കുപ്പിക്കകത്തോട്ട് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കമ്പും ഒക്കെ ഇത് സെറ്റാക്കി മിക്സിയും പിന്നെ ഒരു ഇടിയോറലും ഒക്കെ വെച്ച്. അപ്പം നമുക്ക് കറിവേപ്പില ആവശ്യമുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സാണ്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി നരയ്ക്കലാണ്. അത് കൊച്ചു പിള്ളേർ തൊട്ട് വലിയൊരു വരെ പ്രായമായി എങ്ങനെയാണ് മുടി നരയ്ക്കലിന് എല്ലാവർക്കും ഒരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പിന്നെ ചിലരൊക്കെ ഇതൊക്കെ ചെയ്ത് പ്രയോജനം, ഡൈ ചെയ്യുന്ന അലർജി ഉണ്ട്, പിന്നെ നമ്മുടെ ഹെന്ന ചെയ്യുന്ന അലർജി ഉണ്ട്, പിന്നെ നീരാമ്പരി ചെയ്യുന്ന അലർജി ഉണ്ട്. ഒത്തിരി പേരെന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലാണെന്നും അങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവർക്കെല്ലാം കൂടി ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഷെയർ ചെയ്ത്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മുടി നിറയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മിക്കവർക്കും ഡൈ ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ഇവിടെ എല്ലാം ഇങ്ങനെ കറക്കാറുണ്ട് കേട്ടോ, മിക്കവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് തുമ്മൽ, എനിക്കാണെങ്കിൽ കണ്ണ് ചൊറിച്ചില്ല കേട്ടോ, ഭയങ്കര ചൊറിച്ചിലായിരിക്കും കണ്ണിന്. കണ്ണിവിടെ എല്ലാം അങ്ങ് ചൊറിഞ്ഞങ്ങ് പൊട്ടും കേട്ടോ. എനിക്ക് ലാസ്റ്റ് ഞാൻ വിക്സ് വരെ വാരി തേച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേങ്കിൽ ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ ചെയ്തിട്ട് ഇളനീർക്കുഴമ്പ് കണ്ണിലൊഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്നതിൻ്റെയാണ് ഈ അലർജി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കളർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ നിർത്തിവെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കണ്ണിൻ്റെ ചൊറിച്ചിൽ മാറിയത്. കണ്ണിന് ഇപ്പം അങ്ങനെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും അല്ല. തന്നെ എനിക്ക് കണ്ണിൽ ഒരു ഇച്ചിരി പൊടി അടിച്ചാൽ മതി, എനിക്ക് ഭയങ്കര അലർജിയുണ്ട്, കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ പിന്നെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ചാനൽ നടത്തുന്നതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് മാത്രമേ ചെയ്ത് അറിയാതെ കുറച്ച് പേർക്ക് അത് പറഞ്ഞു കൊടുക്കൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് എല്ലാവരും അറിയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ കുഞ്ഞു പിള്ളേരോട്ട് വലിയവർക്ക് വരെ നിറയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡൈ ഒക്കെ ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കും അതാണ് പറ്റിപ്പോയത്. ഒരു കുഞ്ഞു നരയെ നമ്മുടെ തലയിൽ കാണത്തുള്ളൂ, ഒരു ശകലം 2-3 നര കാണും. അത് മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡൈ ചെയ്യും. അത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തൊട്ടടുത്ത മുടിയുടെ കാര്യം, ഈ ഡൈ ഒക്കെ ചെയ്യുന്ന കമ്പനിക്കാർ അവർക്കത് വീണ്ടും വീണ്ടും സെയിൽ നടക്കാൻ വേണ്ടി അവരതിനകത്ത് ചെയ്യുന്ന എന്നതോ ഒരു പരിപാടിയുണ്ട്. വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത മുടിയും കൂടെ നരയ്ക്കുക എന്നുള്ളത്. എന്നാലല്ലേ വീണ്ടും വീണ്ടും നമ്മൾ മേടിക്കുകയുള്ളൂ. അതാരും ചിന്തിക്കുകയല്ല. അന്നേരത്തേന് വേണ്ടി നമ്മൾ മേടിച്ച് പുരട്ടി കഴിഞ്ഞ് നമുക്ക് പിന്നീട് ഇത് പ്രശ്നമാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത് നമുക്ക് പണി കിട്ടിയല്ലോ എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് നല്ല മഴക്കാറുണ്ട് കേട്ടോ, അതാണ് ഇടയ്ക്ക് ഇരുണ്ടും ഇടയ്ക്ക് വെട്ടമായിട്ട് വരുന്നത്. അപ്പോൾ അതെന്നൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 2 സാധനങ്ങളേ ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ളത് മാത്രമാണ്. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും മുടക്കൊന്നും മേടിക്കേണ്ട. നമുക്കത് എല്ലാവർക്കും അത് നമ്മൾ ഉണ്ടാക്കി നമ്മളൊരു ടിന്നിനകത്താക്കി വെച്ചാൽ, എയർ കയറാതാക്കി എടുത്ത് വെച്ചാൽ നമുക്കത് വീണ്ടും 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 നമുക്ക് ഉപയോഗിക്കാം. ഈ ഹെന്ന മാതിരിയോ അല്ലെങ്കിൽ നിലമ്പിന് മാതിരി കുഴച്ചെടുക്കുക, അന്നേരത്തേക്ക് അത് എടുത്ത് 1 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ്, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് നമ്മൾ പൊടിയാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ആ അറിവുകളും കാര്യങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ സ്വന്തമായിട്ട് കണ്ടുപിടുത്തൊന്നുമല്ല കേട്ടോ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ച് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് എന്നാന്ന് നോക്കാം. ഇനി ഒത്തിരി വാചകം അടിച്ച് എന്നെ ആരും ചെയ്ത് വിളിക്കാൻ പറ്റില്ല കേട്ടോ, എന്നിലൊക്കെ ഉണ്ടെന്ന് പറയാതൊക്കെ എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പം ആദ്യമേ കരിയാപ്പ് കണ്ടല്ലോ, അത് ഇതിൻ്റെ മെയിൻ ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ കൂടെ എന്നൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാം. 2 സംഭവങ്ങളേ ഉള്ളൂ. എന്നാക്കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല, 2 സംഭവങ്ങളേ ഉള്ളൂ. അതെന്നാ നിലപ്പം വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇത് കണ്ടോ, കടുക്, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന കടുകില്ലേ, അതൊരു 2 സ്പൂൺ കടുക്. ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളേ. എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ തലയിൽ ഒരുപാട് നരയില്ല, മുടിയുടെ ഫ്രണ്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങളും എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഒരുപാട് നമ്മളിത് വലിച്ചു വാരി എടുത്ത്, അല്ലെങ്കിൽ ഇതിപ്പോൾ കണ്ടു
എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് എടുക്കരുത്, കുറേശ്ശെ എടുക്കുക. ചെയ്ത് വെച്ച് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല, എല്ലാവർക്കും എല്ലാത്തിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിലർക്ക് റിസൾട്ട് കിട്ടും, ചിലർക്ക് കിട്ടുകയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ മുടിയെ നമ്മൾ കെമിക്കലൊക്കെ ഒരുപാട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നരയൊക്കെ തുടക്കക്കാർക്കാണെങ്കിൽ അന്നേരം തന്നെ റിസൾട്ടും കിട്ടും, നല്ല ഇതുമാണ്. അതുകൊണ്ട് കുറച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയ സ്പൂണിനാണ് എടുത്തേക്കുന്നത്. 2 സ്പൂൺ കടുക് എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ഇപ്പം നമ്മുടെ ഒരു പൂ ചോദിച്ച് പൂക്കാലം തന്ന കറിവേപ്പില ഇപ്പോൾ നമുക്ക് അതേ നിന്ന് എടുക്കാവേ. ഇതേന്ന് ഇപ്പം ഒരു ഇപ്പം മറിഞ്ഞു പോകുന്നു തോന്നുന്നു കേട്ടോ. ഒരു സൈസിലാണ് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. ആവശ്യമുള്ള കുറേശ്ശെ നമുക്ക് എടുക്കാം. ബാക്കി ഇതിപ്പോൾ ഞാനിങ്ങനെ കുപ്പി വെക്കത്തില്ല കേട്ടോ. ഇതെടുത്ത് ഞാനിനി ഒരു പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെക്കും. കർത്താവേ, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു. നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില എടുത്തു. അപ്പോൾ ഈ കറിവേപ്പിലയ്ക്കകത്ത് ചുക്കിലിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം, നോക്കി വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞേച്ച് പറയരുത്, അയ്യോ ഇത് തേച്ചിട്ടും അലർജിയാണെന്ന് പറയല്. ചുക്കിലിയോ എട്ടുകാലിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിഞ്ഞു പൊട്ടും ഒക്കെ ചെയ്യും കേട്ടോ. നല്ല വൃത്തിക്ക് നോക്കണം. ഉണ്ടെങ്കിൽ ആ ഇലയൊക്കെ കളഞ്ഞിച്ചിട്ട് നമ്മൾ പറമ്പിൽ നിൽക്കുന്ന സാധനമല്ലേ, അത് അതിനകത്ത് ചുക്കിലിയും അതും ഇതൊക്കെ കാണും. അതെല്ലാം നോക്കി നല്ല വൃത്തിയാക്കി എടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതിന് 5 തണ്ടാണ് എടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി വലിയ തണ്ടാണ് കേട്ടോ, വലിയ തണ്ട് 5 തണ്ടാണ് എടുത്തേക്കുന്നത്. ഇത്രയും മതി നമുക്ക്. 2 സ്പൂൺ കടുകിന് ഇത്രയും കറിവേപ്പില മതി. ഇനി നമുക്കിത് എന്നാ ചെയ്യേണ്ടതെന്ന് പറയാം. ഇതുപോലൊരു ചീനിച്ചട്ടി എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഴയതോ പുതിയതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ചീനിച്ചട്ടി പഴയ ചീനിച്ചട്ടി ആണെങ്കിലും മതി, നമുക്കിതൊക്കെ വറുത്തൊക്കെ എടുക്കാനായിട്ടല്ലേ. എന്നിട്ട് തീ കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കടുക് ഞാൻ ഇതിലേക്ക് ഇടുവാണേ. കടുക് എടുക്കുമ്പോൾ തെറിച്ച് പോകല്ലോ കേട്ടോ. പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കടുക് താഴെ വീണാൽ വീട്ടിൽ വഴക്കുണ്ടാവുമെന്ന്. അതെന്നാ കാര്യമെന്നറിയാമോ? കടുക് പെറുക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് കടുക് നിലത്ത് കളയാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ കളയാതിരിക്കുക, കാര്യം വീണ ചിന്നിച്ചെതറിപ്പോകും നിലത്തോട്ടൊക്കെ കടുകൊക്കെ വീഴാമെങ്കിൽ. അപ്പം കടുക് ഞാനത് തീ കുറച്ചിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. ഞാനിപ്പോൾ മുടിയൊക്കെ അഴിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. നിങ്ങൾ ഓർക്കും മുടി അടുക്കള അഴിച്ചിരുന്നതിന് ഞാൻ ബഹളം വെക്കുന്നില്ല. മുടി ഒന്ന് കഴുകിയതാണ്. നല്ലപോലെ ഷാമ്പു ഇട്ട് മുടി കഴുകണം കേട്ടോ. കഴുകി മുടിയിലെ എണ്ണമയൊക്കെ കളയണം. എന്നിട്ട് വേണം നമ്മൾ തല തേക്കാനായിട്ട്. അപ്പം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കടുകെന്ന് പറയുന്ന സംഭവം നമ്മുടെ തലമുടിക്ക് നല്ലതാണ് കേട്ടോ. തലയിലെ പേൻ പോകാനൊക്കെ കടുക് ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ട്. അതും കൂടെ വിറകിനൊക്കെ ചേർക്കും. എന്നാലും കടുകാണ് അതിൻ്റെ മെയിൻ ഇത്. അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങൾക്കും ഒക്കെ കടുക് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. മുടി വളരാനും കടുക് നല്ലതാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ മുടി വളരാനായിട്ടുള്ളത്. അത് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഓണത്തിന് തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒക്കെ ഒന്ന് കാണുക. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. മുടി നല്ലപോലെ വളരുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം നമ്മുടെ കടുക് ചെറിയ തീയിലിട്ട് വറക്കാനുള്ള കേട്ടോ. തീ കൂട്ടിയിട്ട് വറക്കരുത്. വറുക്കാനുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ തീ കൂട്ടിയിട്ട് ഇനി ഇത് തലയിലെല്ലാം പുരട്ടിയിട്ട് വേണം എനിക്ക്. ഞാനിപ്പോൾ തല മാത്രം കഴിച്ച് വന്നു കേട്ടോ കുളിക്കാനായിട്ട്. അപ്പം ഈ തല തേച്ചെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കടുകൊക്കെ മൂത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കടുക് വറുത്ത് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. കേട്ടോ എണ്ണയൊന്നും ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. കടുക് മാത്രമായിട്ടിങ്ങനെ വറുത്തെടുത്താൽ മതി. എണ്ണ ഒഴിച്ചോ അങ്ങനെയൊന്നും കടുക് വറുത്തെടുക്കരുത്. കടുക് ചുമ്മാ ചീനച്ചട്ടിയിലോട്ടിട്ട് വറുത്തെടുത്താൽ മതി. കടുകിൻ്റെ കളറൊക്കെ മാറി കേട്ടോ. കറുപ്പായി തുടങ്ങിയെന്നല്ല, കടുക് നല്ലപോലെ വറുത്ത് കളറൊക്കെ മാറി ഇപ്പോൾ ഒരു കറുപ്പ് കളറായി കടുകിന്. അപ്പം നമ്മൾ
കടുക് നല്ലപോലെ കറുപ്പ് കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലയും കൂടി ഇടുവാണ് ചെയ്യുന്നത്. അപ്പം ഈ കടുക് നമ്മളിങ്ങനെ വറുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഈ കടുക് പൊട്ടിത്തെറിക്കുമായിരിക്കുമെന്ന്. പക്ഷെ പൊട്ടിത്തെറിക്കുകയില്ല കേട്ടോ. കടുക് ഒരു ശകലം പോലും പൊട്ടിത്തെറിക്കുകയില്ല. അത് ഇപ്പം ഈ കറിവേപ്പിലയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. കടുക് പൊട്ടിത്തെറിച്ച് പോകുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ കറിവേപ്പില നല്ലപോലെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഈ പച്ചക്കളറൊക്കെ മാറി നല്ല പോലെ വറുത്ത് നമ്മൾ തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പോലെ ആക്കി എടുക്കണം. പിന്നെ കറിവേപ്പിലയാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ. മുടി വളരാനും എല്ലാം നമ്മൾ കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട്. കറിവേപ്പില അല്ലാതെ നമ്മൾ തലയിൽ തേക്കുന്ന ഓരോ പായ്ക്കൊക്കെ ഇടുന്നതിന് കറിവേപ്പിലയും കൂടെ ചേർക്കാറുണ്ട്. അതൊക്കെ മുടി കറക്കാനും നല്ലതാണ്. മുടി കറക്കുന്നതിനാണ് കറിവേപ്പിലയിട്ട് നമ്മൾ എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കറിവേപ്പിലയും നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ള സാധനങ്ങളല്ല, മുടിക്ക് ഗുണം കിട്ടുന്നത് മാത്രമാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് അലർജി ഉള്ളവർക്കും അലർജി ഇല്ലാത്തവർക്കും എല്ലാം ഉപയോഗിക്കാം. പിന്നെ ഈ അകാല നരയുണ്ടല്ലോ, അകാല നരയുള്ളവർക്കും ഉപയോഗിക്കാം. അപ്പം അല്ലാതെ നര പ്രായമായി വന്നവർക്കും ഇത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇത് ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടുന്നതാണ്. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. കറിവേപ്പിലയും നല്ലപോലെ വറുത്ത് കേട്ടോ. കറിവേപ്പിലയും നല്ലപോലെ വറുത്ത് ഇതുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഇലയെടുത്ത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ ഇതുണ്ട്, ഇങ്ങനെ പൊടിയുന്നതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. ഇതുണ്ടോ, എടുത്ത് നോക്കുമ്പോൾ നല്ല നമ്മൾ തൊടുന്നത് പൊടിയണം, പൊടിഞ്ഞ് വരണം. അതാണ് കറിവേപ്പില ആ ഒരു കറക്റ്റ് ഇതായിട്ടുള്ളത്. കടുക് നമ്മൾ വേണ്ടതുണ്ട് നല്ലപോലെ കറുത്ത് ഈ കളറാണ് കടുകിന് വരേണ്ടത്. കണ്ടോ, ഇതുണ്ട് കടുകിൻ്റെ ഈ കളറാണ്. അപ്പോൾ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണേ. ഇത്രയും നേരം ഞാൻ തീ കുറച്ചിട്ട് തന്നെയാണ് ഇത് വറുത്തെടുത്തത്. തീ കൂട്ടിയിട്ട് എടുക്കല് ഒരുമാതിരി കരിഞ്ഞ് വല്ലാതായി പോകും. നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല നമ്മൾ ചെയ്യുന്നതിന്. അതുപോലെ പഴയ ചീനിച്ചട്ടി ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇതുണ്ടോ, ചീനിച്ചട്ടിക്കകത്ത് ചെറിയൊരു കളർ വ്യത്യാസം. അത് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് നമ്മൾ കുറച്ച് കഴുകിയാൽ മതി, പൊക്കോളും, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്തിട്ട് ബാക്കി പറയാവേ. നല്ല പോലെ ഒന്ന് തണുക്കട്ടെ. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചതൊക്കെ നല്ലപോലെ തണുത്ത് കേട്ടോ. ഇനി ഇത് മിക്സിയിലോട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നല്ലപോലെ ഞാൻ പൊടിച്ചേച്ച് ഇത് അരിച്ചെടുക്കണം. നമുക്കിതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഒത്തിരി ഉണ്ടെങ്കിലും അത് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ നമുക്കിത് നല്ല പൊടിയായിട്ട് വേണം എടുക്കാനായിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇത് മിക്സിയിലിട്ട് തന്നെ പൊടിക്കണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ. നമ്മുടെ ഇടിയോറുകളുണ്ടല്ലോ, കുറച്ചൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തിട്ട് ഇടിച്ച് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അതിനകത്തിട്ട് ഇടിച്ചാലും കാര്യം നല്ലപോലെ നമ്മളിത് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ശകലം ഇച്ചിരി മിച്ചം വരില്ല. അത് ഞാൻ ഇടിയോറുകളിനകത്തിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാമെന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. അതുപോലെ മൊത്തം ഞാൻ ഇതുപോലെ അരിച്ചെടുക്കട്ടെ. ഇത് കണ്ടോ, നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പൊടിയായിട്ട് കിട്ടത്തില്ല. ഇതുപോലെ പൊടിയായിട്ടാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, നല്ല പൊടിയായിട്ടാണ് കിട്ടുന്നത്. ഇത് എന്നിട്ട് ഇതുപോലൊരു ചെറിയ ടിന്നിനകത്തോട്ട് പൊടി ഇങ്ങനെ ഇട്ട്, എന്തായാലും നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ടിന്നെടുക്കുക. എന്നിട്ട് ഇതുപോലിട്ട് അടച്ചെടുത്ത് വെച്ചാൽ മതിയേ. നല്ല കറുപ്പാണ് ഇത് കേട്ടോ. ഇതുപോലെ ടിന്നകത്തോട്ടാക്കി എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് തല തേക്കാനായിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കുവാണേ. ഞാനിപ്പോൾ ഇച്ചിരി എടുക്കുന്നുള്ളൂ, എനിക്ക് ആവശ്യമുള്ളത് എടുക്കുന്നുള്ളേ. എനിക്കത് മതി. കരിയടയ്ക്കാൻ ഹെന്നയൊക്കെ ചെയ്ത് എൻ്റെ മുടിയിൽ ചെറുതായിട്ട് കിളുത്ത് വരുന്നത് ഒന്ന് കറുപ്പാകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ആവണക്കെണ്ണയാണ് എടുക്കുന്നത്. എനിക്ക് ഇച്ചിരി കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടിയതായിട്ട് തോന്നിയത് ആവണക്കെണ്ണയാണ് തോന്നിയത്. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിലും എടുക്കാം, നമ്മൾ ഏത് എണ്ണ തേക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് ഉപയോഗിക്കാം നമുക്ക്. പക്ഷേ എനിക്ക് ഈ ആവണക്കെണ്ണയാണ് ഇച്ചിരി കൂടെ റിസൾട്ട് നല്ലതായിട്ട് തോന്നിയത്.
ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. തല പുരട്ടാവുന്ന പോലെ ലൂസാക്കി വേണം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് കയ്യിലുള്ള എണ്ണ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ഇത് ഇച്ചിരി റിസൾട്ട്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇച്ചിരി റിസൾട്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടുമെന്ന് തോന്നുന്നത് എനിക്ക് ഈ ആവണക്കെണ്ണ എടുത്തപ്പോഴാണ് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ലൂസാണ് വേണ്ടത്, ഈ ഒരു ഇത്. അന്നേരം നമ്മുടെ തല നല്ലതായിട്ട് നമുക്ക് പുരട്ടാൻ പറ്റത്തുള്ളൂ. ഇത്ര ഇതായിട്ടെണ്ണ മതി. അതുപോലെ തന്നെ ഇത് നല്ല കറുപ്പാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല കറുപ്പാണിത്. നമുക്ക് തല തേക്കാം. ഇത് ഞാൻ എൻ്റെ തല പറ്റാനായിട്ട് തുടങ്ങുവാണേ. ഇതുണ്ട്, ഇതുപോലൊരു ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്. ബ്രഷ് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ മറ്റേ പല്ല് വെക്കുന്ന ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അതാണേലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സൗകര്യം പോലെ കൈ കൊണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കൈ ചെറിയൊരു കറുപ്പ് വരുമെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ മുടി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹെന്നയൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് നര ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോയിലൂടെ അങ്ങനെ വ്യക്തമായിട്ട് കാണത്തില്ല. അല്ലെങ്കിൽ ഇനി നരച്ച മുടിയെ ചെയ്ത് കാണിക്കുന്നത് പറയരുത്. ഉള്ള മുടിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ചെറുതായിട്ട് എടുത്ത് മുടി കിളുക്കുന്നതനുസരിച്ച് നര നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് പക്ഷെ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഞാനിത് ഉപയോഗിച്ചിട്ടിപ്പോൾ അധികം ദിവസമൊന്നും ആകായില്ലായിരുന്നു. അന്നേരം ഒത്തിരി ദിവസം എനിക്ക് നിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും മുടി വളരുന്നതനുസരിച്ച്, എനിക്ക് മുടി ഞാൻ ഈ തലയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്, മുടി പെട്ടെന്ന് വളരുന്നുണ്ട്. നല്ല കറുപ്പാട്ടോ. ഞാൻ എൻ്റെ തലയിലൊന്ന് പരട്ടിട്ട് വരാം. അപ്പം ഞാൻ തലയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ മുഴുവൻ തേച്ച് കേട്ടോ. തേച്ച് ഇനി ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ കഴുകി കളയുന്നത്. 1 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞ തല വെക്കണം. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് നേരം നമ്മൾ കലക്കി വെക്കേണ്ടതേ ഉള്ളൂ. പക്ഷെ നമ്മൾ തല ചെയ്യുമ്പോഴത്തേക്ക് 1 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കേട്ടോ. ഞാൻ എൻ്റെ സമയം അനുസരിച്ച് എന്നാൽ 1 മണിക്കൂർ കുറഞ്ഞത് ഞാൻ വെച്ചാണ് ഞാൻ ഇനി വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സമയം അനുസരിച്ചാണ് എൻ്റെ ജോലിയൊക്കെ. തല പറ്റിക്കണം, നമ്മുടെ ജോലിയുടെ സൈഡിൽ കൂടെ നടക്കും. അത് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ കഴുകി കളഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് കാണാം. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് എടുത്തുള്ളൂ. ഫ്രണ്ടിൽ മാത്രം ഞാനിങ്ങനെ തേച്ച് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, നല്ല കറുപ്പാണ്. ഇത് കണ്ടോ, ചെറുതായിട്ടും തൊട്ടതേ ഉള്ളൂ. നല്ല കറുപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി കാണാമേ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. എൻ്റെ തലയെല്ലാം നല്ലപോലെ കഴുകി. പക്ഷെ നല്ലതുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആ മുടിയുടെ കറുപ്പ് കണ്ടോ, നല്ല കറുപ്പാകുന്നുണ്ട് മുടിയെ. നമ്മൾ മറ്റേ ഹെന്നയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടെ കറുപ്പായിട്ടാണ് കിട്ടുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇനി ഇത് നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ ഷാമ്പു ഇട്ട് കഴുകാമോ എന്നായിരിക്കും എല്ലാവരും ആദ്യമേ കമൻറ്റ് ചോദിക്കുന്നത്. ഞാൻ ശകല ഷാമ്പു ഒരു കപ്പിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് അതിനകത്തോട്ട് 2-3-4 തുള്ളി ഷാമ്പു ഒഴിച്ച് നല്ലപോലെ ഒന്ന് പതപ്പിച്ച് അങ്ങനെ ഒന്ന് കഴുകി വിടാറുണ്ട്. അല്ലാതെ ഭയങ്കരമായിട്ട് തലമുടി പതപ്പിച്ച് കഴുകാറില്ല. അങ്ങനെ കഴുകിയാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഷാമ്പു ഇട്ടാണ് കഴിയും. പിന്നെ നിങ്ങൾ താളിപ്പൊടി ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. താളിപ്പൊടി ആകുമ്പോഴത്തേക്ക് അത്രയും കുഴപ്പമില്ല. ഇപ്പം എണ്ണ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എണ്ണ ആകുമ്പോഴത്തേക്ക് തല നിറച്ച് എണ്ണ അങ്ങ് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അന്നേരം ഇതുപോലെ ഒരു ഇച്ചിരി ഷാമ്പു, ഒത്തിരി ഒന്നും തേക്കരുത്, ഒരു ശകല ഷാമ്പു
ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുടിയൊന്ന് കഴുകി കളയാവുള്ളൂ ഭയങ്കരമായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പോകുന്നില്ലാത്തവരാണെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകേണ്ട. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തലേ 2 ദിവസം. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കഴുകി കളഞ്ഞാൽ മതി. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളെല്ലാവർക്കും അലർജി ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.